ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റൂസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിങ്ങളുടെ പ്രണയ ജീവിതം സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ പറയട്ടെ, നിങ്ങൾ വളരെയധികം പേടിച്ചായിരിക്കും ഇത്രയും കാലവും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ തന്നെ നിങ്ങൾ പേടിച്ചിട്ടായിരിക്കാം. ഓക്കെ, ഒരു സാറ്റിസ്ഫൈയിങ് അല്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് നിങ്ങൾക്ക് പേടിയാണ് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരുമിച്ചൊന്ന് പുറത്ത് പോകാനാണെങ്കിലും, ഒരുമിച്ചിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പേടികളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും, അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയാണ് നിങ്ങളെപ്പോഴും ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരുന്നത്. അതായത് മറ്റുള്ളവരെ മുൻനിർത്തിയിട്ട്, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറാനായിട്ട് പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു എനർജി ചേഞ്ചിങ് വളരെയധികം വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇതുവരേക്കും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾ വളരെയധികം അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും കൂടി ഇവിടെ ഉണ്ട്. അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലാത്ത രീതി, ഓക്കെ, നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലാത്ത രീതി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ വ്യക്തിയുടെ മുന്നിൽ വരുമ്പോഴേക്കും നിങ്ങൾ വളരെ കുഞ്ഞാകുന്ന രീതിയിൽ, അതായത് വളരെ ഈ വ്യക്തിയുടെ മുന്നിൽ ഒരു വിലയില്ലാത്ത രീതിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാകുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയൊക്കെ ഇപ്പോൾ നിങ്ങൾ എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫേസ് മാറാനായിട്ട് പോകുന്നു. അതായത് ആ ഒരു കാര്യം അവിടെ കഴിയാനായിട്ട് പോകുന്നു. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയ ബന്ധത്തിൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം ഇപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത രീതി വരുന്നുണ്ടാവും. അതായത് നിങ്ങൾക്കൊട്ടും സാറ്റിസ്ഫൈയിങ് അല്ലാത്ത രീതിയിൽ ഈ വ്യക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറാനായിട്ട് പോകുന്നു. അത് ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട് വളരെയധികം സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിലല്ലെങ്കിലും, തേർഡ് പാർട്ടി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പൂർണ്ണമായിട്ട് അത് പറ്റില്ല. കാരണം ഒരു അഡ്വൈസർ എന്ന രീതിയിൽ ഒരു വ്യക്തി നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഉപദേശം തരുന്ന രീതിയിലല്ല, നിങ്ങളുടെ വ്യക്തിക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതാരും ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ പ്രണയബന്ധം പൂർണ്ണമായിട്ടും ശരിയാവാൻ പോകുന്നു എന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങൾ വളരെയധികം കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതിയിൽ, ഓക്കെ, കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. അതായത് ആ വ്യക്തി പറയുന്നതെല്ലാം സത്യമാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് അതൊരു ട്രാപ്പാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിനെ ഞാൻ വിശ്വസിക്കണ്ടേ എന്നല്ല ചോദിക്കേണ്ടത്. അതായത് ഈ വ്യക്തി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ കള്ളം പറയുന്ന ഒരു കൂട്ടത്തിലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നും, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് നിങ്ങളോട് ഈ വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടാവും ഈ വ്യക്തി അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം കള്ളങ്ങൾ പറയുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി എന്നല്ല, ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഈ വ്യക്തി മാറും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ
ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ പേടിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് കൂടുതൽ ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ യൂണിവേഴ്സ്, അതായത് കാർഡ്സ് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു ദൈവാധീനക്കുറവ് ചെറുതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. മന്ത്രം മീൻസ് ഇങ്ങനെ പ്രാർത്ഥനകൾ, മന്ത്രമല്ല, പ്രാർത്ഥനകൾ ഒക്കെ ചൊല്ലുക. ഓക്കെ. അപ്പോൾ അതിപ്പോൾ ഈ എന്താ പറയുക, അതൊക്കെ നമ്മളുടെ ആ ഒരു ഓറേനെ കൂടുതൽ സ്ട്രെങ്ത് ആക്കാനായിട്ട് ശ്രമിക്കുമെന്ന് തന്നെയാണ്. കൂടുതലായിട്ടും കാളിദേവിയുടെയൊക്കെ നാമങ്ങളൊക്കെ കൂടുതലായിട്ടും ചൊല്ലാനായിട്ട് ശ്രമിക്കുക. കാരണം കൂടുതൽ നമുക്ക് അങ്ങനെയുള്ള എനർജീസാണ് നമുക്ക് കൂടുതലും സ്ട്രെങ്ത്ത് ഒക്കെ തരുന്നത്. ഓക്കെ. അതായത് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിനെ വീണ്ടെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. സോ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാലേ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ആ ഒരു മാറ്റം അവിടെ സംഭവിക്കുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു അതായത് നമ്മളത് ചൊല്ലുന്നതോടുകൂടി നമ്മളുടെ പ്രശ്നങ്ങൾ മാറും എന്ന് വിചാരിച്ച് വേണം നമ്മളത് ചൊല്ലാനായിട്ട്. അതായത് അത് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും സ്ട്രെങ്ത്ത് തന്നെ തരും. അതായത് ആ ദേവി നമ്മളിലൊരു സ്ട്രെങ്ത്ത് തരും എന്നുള്ളത് വിശ്വസിച്ച് വളരെ നല്ല രീതിയിൽ അത് ചൊല്ലി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ചൊല്ലുമ്പോഴേ നമുക്കൊരു നമ്മളുടെ ജീവിതത്തിൽ ഒരു പവർ വരികയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ വിളை അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഏൽക്കാതെ വരിക. ഓക്കെ. അപ്പോൾ അതൊക്കെ ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. പിന്നെ അതായത് ഇതൊക്കെ ചൊല്ലി നമ്മൾ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും മാറും എന്ന് തന്നെയാണ്. ഓക്കെ. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വേറെ പല കാര്യങ്ങളിലോട്ടും പോയി അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള പേടിയും അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ വലുതാകുകയും, ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായാലും അത് കൂടുതൽ ഊതി വീർപ്പിച്ച് വലുതാവുന്ന രീതിയിലേക്കായിരിക്കും വരുന്നത്. സോ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തടയുക എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സഹസ്രനാമമൊക്കെ ചൊല്ലുക. പിന്നെ അതേപോലെ തന്നെ നല്ല നാമങ്ങളൊക്കെ ഉണ്ട്. അതായത് കാളിദേവിയുടെയൊക്കെ നല്ല നാമങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കുക. ഓക്കെ. പിന്നെ ഈ അഡ്വൈസർ എന്ന് പറയുന്ന ആൾ വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അതായത് നിങ്ങൾക്ക് തന്നെ കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ്. അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി മാറാൻ പോകുന്നു. അതായത് ആ ഒരു മറ്റുള്ളവർക്ക്, അതായത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ്, ഓക്കെ, ആ വ്യക്തി അത് തിരിച്ചറിയാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. അല്ലാതെ ഇത്രയും കാലവും നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെന്ത് വേണമെങ്കിലും ഇട്ട് അവർക്ക് കാണിക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളെ യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു വ്യക്തിയുടെ അഡ്വൈസോട് കൂടി അതായത് നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം, അതായത് അടിമുടി ചിലപ്പോൾ മാറാനായിട്ട് വളരെയധികം ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്യുക. കൂടുതലും അതായത് സ്പിരിച്വലി കൂടുതൽ ഉയരാനായിട്ട് നോക്കുക. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെ കറക്റ്റ് ആവാനായിട്ട് വളരെയധികം ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ എപ്പോഴും ഏർപ്പെടുക. ഇപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ ചെയ്യുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോവുക. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഒരു ടൈം നിങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ. അതായത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കടത്ത് കഴിച്ചിട്ട് എണീറ്റ് പോവുക അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരും ഇരിക്കരുത്. ഓക്കെ. നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുടെ ആ ഒരു കാഠിന്യം കുറയും എന്നതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ചാലഞ്ചസൊക്കെ വരും. അതായത്
കുറേ പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ വരും. അതൊക്കെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത്തും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളിതൊക്കെ ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങളായാലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളായാലും അതൊക്കെ മാറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും എന്താണ് ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ഒരു വ്യക്തികളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. വേണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തൊന്നും പോലും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ആളാണ്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ലവ് ചെയ്യാൻ തുടങ്ങും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കണ്ണടച്ച് ഈ വ്യക്തിയെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അറിയാം ഈ വ്യക്തി എന്താണ് ചെയ്തിട്ടുണ്ടാവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. സോ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാതെ നിങ്ങൾ എപ്പോഴും നോക്കുക. ഓക്കെ, അതായത് തൻ്റെ ഇതിൽ താൻ ഉറച്ചു നിൽക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. ഓക്കെ, അത് തെറ്റാണെന്നുള്ള രീതിയിൽ തിരിച്ചറിയാൻ അങ്ങനെ പോകരുത്. നമ്മളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് സത്യം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങളിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി മാറാനായിട്ട് വളരെയധികം ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തി. ഓക്കെ, നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കണ്ടിരുന്നത്. വളരെയധികം കള്ളങ്ങൾ പറയുന്ന വ്യക്തിയാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമയം നന്നായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കടത്ത് കഴിക്കുന്ന പോലെ പ്രാർത്ഥിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരങ്ങളും. നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് പുറത്തെടുക്കൂ എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്തൂ. അതായത് ഒരു സമാധാനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കൂ. നിങ്ങളിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതായത് പേടിച്ച് മാറി നിൽക്കാതെ പൂർണ്ണ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരൂ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം മാറിക്കോളും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമൊക്കെ നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക. ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. കടത്ത് കഴിക്കുന്ന പോലെ പ്രാർത്ഥിക്കാതിരിക്കുക. ഓക്കെ.